ഇത് പറയുമ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒട്ടും ന്യായീകരിക്കുന്നില്ല. അയാൾ ചെയ്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനിയും അന്വേഷണത്തിലും കോടതി നടപടികളിലും തെളിയേണ്ടതാണ്. ഉണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ആ ചെറുപ്പക്കാരന് നൽകുക തന്നെ വേണം. പക്ഷെ പോലീസിന്റെ, ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങളിലുള്ള വേറുകൃത്യം, ഇരട്ടത്താപ്പ്, രണ്ടു സമീപനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഇതുവരെ അറസ്റ്റ് നടന്നിട്ടില്ല. ഇന്ന് ഏതായാലും നടക്കത്തില്ല. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ എന്തെങ്കിലും മാറ്റം വരണം, അല്ലെങ്കിൽ അയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കണം. പക്ഷേ ഇപ്പോൾ പോലീസ് ആശ്രയിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിന്റെ ചില ഉപാധികളിന്മേലാണ്. 2 ആഴ്ച കൂടുമ്പം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഹാജരാകണം. അതനുസരിച്ച് ഈ തിങ്കളാഴ്ച അയാൾ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ വരണം. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത 22-ാം തീയതി അന്ന് വരണം. അപ്പൊ കയറി പിടിക്കാന്ന് വിചാരിച്ചിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിതാ നമ്മുടെ മടയിലേക്ക് കയറി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ നമുക്ക് അറസ്റ്റ് ചെയ്ത് നമ്മുടെ കേരള പോലീസിന്റെ ശൗര്യം കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇനി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അന്വേഷണ സംഘത്തിന് എപ്പോൾ വേണമെങ്കിൽ ഇയാളെ വിളിച്ചു വരുത്താം എന്നൊരു വകുപ്പ് മുൻകൂർ ജാമ്യത്തിന്റെ ഉത്തരവിലുണ്ട്. അതനുസരിച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പൊ കേരള പോലീസ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടായത്! ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് തിണ്ണമെടുക്ക് എന്നാണ് പറയുന്നത്.